വയനാടിനെ നടുക്കിയ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 1 മാസം. ദുരന്തത്തിന് കാരണം എന്താണെന്ന് സർക്കാരിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിദഗ്ധ സംഘം അന്വേഷണം നടത്തിപ്പോയെങ്കിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാടിനെ നടുക്കിയ മറ്റൊരു ദുരന്തമായിരുന്നു കള്ളാടി മണ്ണിടിച്ചിൽ. 8 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു വീടും നമസ്കാര പള്ളിയും ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്നു. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും ബാക്കി കൂട്ടിയിട്ട മണ്ണ് മാറ്റിയിടുന്നത് സംബന്ധിച്ചും സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ സംഘത്തലവൻ കോഴിക്കോട് NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി പറഞ്ഞത്. എന്നാൽ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അന്തിമഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച ജിയോളജിസ്റ്റ് CP രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘവും സർക്കാരിന് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 1 മാസമാണ് ഇവർക്ക് നൽകിയ സമയം. അതുകൊണ്ട് തന്നെ 1 മാസം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മീഡിയ 1 വയനാട്. ഫൈസൽ അസീസ് വിവരങ്ങൾ തത്സമയം നൽകും. ഫൈസൽ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് പതിവാണ്. ഒരു അന്വേഷണമല്ല, 2 അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ 2 റിപ്പോർട്ടുകളും വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ വരാതെ എന്താണ് ദുരന്തത്തിന് കാരണമെന്നറിയാതെ, ഇനി എങ്ങനെ അതിനെ തടുക്കുമെന്നറിയാതെ നിൽക്കുകയാണ്. 1 മാസം എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പര്യാപ്തമായ സമയമായിട്ട് പോലും റിപ്പോർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതിൽ വ്യക്തതയുണ്ടോ? കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം തികയാണ്. ഇതുവരെയും സർക്കാരിന് അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സർക്കാർ 2 സമിതിയാണ് നിയോഗിച്ചത്. ആദ്യം ഈ മണ്ണ് ബാക്കി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുണ്ട്, അതുപോലെ ഇടിഞ്ഞു വന്ന മണ്ണുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് മാറ്റുമെന്നത് സംബന്ധിച്ച് കോഴിക്കോട് NIT പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, 3 അംഗ സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചത്. അവരെ ഉടനടി റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ദുരന്തം കഴിഞ്ഞ് ഇന്നേക്ക് 1 മാസം പിന്നിട്ടിട്ടും ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. കാരണം അവർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം റിപ്പോർട്ടിന്റെ അന്തിമഘട്ടത്തിലാണ്, ഉടൻ തന്നെ സർക്കാർ സമർപ്പിക്കുമെന്ന് തന്നെയാണ്. രണ്ടാമത് 5 അംഗ സമിതിയാണ് നിയോഗിച്ചത്. അതായത് ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജിയോളജിസ്റ്റാണ് അതിന്റെ സംഘത്തലവൻ. അദ്ദേഹം ഒരു മാസമാണ് അദ്ദേഹത്തിന് നൽകിയ സമയം. അതായത് ഈ കള്ളാടി ദുരന്തത്തിന് ശേഷം മന്ത്രിസഭാ യോഗം ചേർന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അടുത്ത ദിവസം തന്നെ ഈ സംഘം സന്ദർശിക്കും, ഈ മേഖല സന്ദർശിക്കും, തുടർന്ന് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിയത്. എന്നാൽ ഇത് സംഘം സന്ദർശിച്ചത് ഏകദേശം ദുരന്തം കഴിഞ്ഞ് 16 ദിവസങ്ങൾക്ക് ശേഷമാണ്. 5 അംഗ സംഘം സന്ദർശിച്ചു. എന്നാൽ സർക്കാരിന് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സംഘം സന്ദർശിച്ച ഒരു സമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മാസമായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞ, അതായത് സംഘം ഉടൻ എത്തും, അല്ലെങ്കിൽ ഇന്നെത്തും നാളെ എത്തുമെന്നാണ്, സംഘം ഉടൻ എത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഒരു സമയത്തും ഈ ഒരു നോക്കുമ്പോഴത്തേക്കും 1 മാസം പിന്നിടുന്നു. എന്തെങ്കിലും റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. ഉടനടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.